എന്നാൽ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ജനങ്ങൾ നൽകിയ മുന്നറിയിപ്പ് പരിഗണിച്ച് തിരുത്തേണ്ടത് തിരുത്തുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം ഒഴിയുമ്പോൾ യുവ പ്രാതിനിധ്യം മന്ത്രിസഭയിൽ കൊണ്ടുവരണമെന്ന് CPIM സംസ്ഥാന നേതൃനിരയിൽ അഭിപ്രായം. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ CPIM നേതാക്കൾക്കൊപ്പം KPMS നേതാക്കളെയും പരിഗണിക്കുന്നുണ്ട്. ആലത്തൂരിൽ ജയിച്ചതോടെ ചേലക്കരയിലെ MLA സ്ഥാനവും മന്ത്രിസ്ഥാനവും കെ രാധാകൃഷ്ണൻ ഒഴിയും. കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം ഒഴിയുമ്പോൾ പകരം ചുമതല നൽകണമോ പുതിയ മന്ത്രിയെ കൊണ്ടുവരണമോ എന്നത് നേതൃയോഗങ്ങളിൽ ചർച്ചയാകും. പകരം മന്ത്രിയെ കണ്ടെത്താൻ തീരുമാനിച്ചാൽ മന്ത്രിസഭയിലെ ഏക ദളിത് പ്രാതിനിധ്യമായിരുന്ന കെ രാധാകൃഷ്ണൻ ഒഴിയുമ്പോൾ അതേ സമുദായത്തിൽ നിന്ന് പകരം മന്ത്രിയെ CPMന് കണ്ടെത്തേണ്ടി വരും. നിലവിൽ MLAമാരായവർ CPIM പരിഗണനയിലുണ്ട്. ബാലുശ്ശേരി MLA KM സച്ചിൻ ദേവ്, മാനന്തവാടി MLA OR കേളു, കോങ്ങാട് MLA K ശാന്തകുമാരി എന്നിവരുടെ പേര് നേതൃത്വത്തിന്റെ പരിഗണനയിലുണ്ടെന്നാണ് സൂചന. യുവനേതാവ് വേണമെന്ന അഭിപ്രായം നേതൃതലത്തിലുണ്ട്. ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി വിവിധ പേരുകളും പാർട്ടി ചർച്ചയിലുണ്ട്. PK ബിജു, AK ബാലൻ, ഇല്ലെങ്കിൽ KPMS നേതൃത്വത്തിലുള്ള ആരെങ്കിലും മത്സരിക്കുമെന്നാണ് വിവരം. ജയിച്ചു വരുന്നവരെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണമോ അതോ നിലവിൽ കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ മറ്റാർക്കെങ്കിലും കൈമാറിയാൽ മതിയോ എന്നും നേതൃയോഗം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ജനങ്ങൾ നൽകിയ മുന്നറിയിപ്പ് പരിഗണിച്ച് തിരുത്തേണ്ടത് തിരുത്തുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. ഇപ്പോഴത്തെ തോൽവി ചെറുതായി കാണുന്നില്ലെന്നും BJP വിജയം ആവർത്തിക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം LDF ഒരുക്കുമെന്നും ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. 24 തിരുവനന്തപുരം.